വാങ്ങിയ ക്യാൻവാസ് ഒന്ന് വെറുതെ ആവാതിരിക്കാൻ നമുക്കിന്ന് ഡ്രോയിങ് ചെയ്യാം. ഞാൻ ആദ്യമായിട്ടാണ് ഇത് ചെയ്യുന്നതെങ്കിലും എൻ്റെ കോൺഫിഡൻസ് അറ്റ് പീക്കായിരുന്നേ. ഇതായിരുന്നു റെഫറൻസ് പിക്ക്. ഈ റെഫറൻസ് പിക്ക് എന്തിനാണ് നിങ്ങളെ കാണിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവണം ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന്. ഇത് വരച്ചു വരുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഞാൻ റെഫറൻസ് കാണിച്ചിട്ടുള്ള പിക്ചറും ഞാൻ വരച്ചത് തമ്മിലുള്ള വ്യത്യാസം. ഡയറക്റ്റ് ക്യാൻവാസിൽ വരയ്ക്കാനുള്ള ധൈര്യവും കഴിവും ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു പെൻസിൽ വെച്ച് ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിൽ കൂടിയാണ് ഞാൻ ഈ വരയ്ക്കുന്നത്. എന്നിട്ടും ആ പെയിൻറ്റ് ചെയ്യുമ്പം ഞാൻ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടായിരുന്നു. ഇതാടാ ഒരു ലൈൻ പോലും നേരെ വരയ്ക്കാൻ അറിയാത്ത ഞാനാണ് ഇതിന് വന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പെർഫെക്റ്റായിട്ട് ചെയ്യാമെന്നാണല്ലോ. അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് മാക്സിമം നല്ല രീതിയിൽ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഇത് ചെയ്യുന്നതിന് മുന്നേ എൻ്റെ മൈൻഡിൽ വന്നൊരു കാര്യം, അറിയാവുന്ന കാര്യം പോലും ചെയ്തിട്ട് ശരിയാവാത്തതാണ്. എന്നിട്ടാണ് ഈ അറിയാത്ത കാര്യത്തിന് ഞാൻ നിൽക്കുന്നതെന്നുള്ളത്. പക്ഷേ നമ്മൾക്ക് ഒരിക്കലും ശരിയാവൂല എന്ന് വിചാരിച്ച കാര്യങ്ങൾ നമ്മൾ ട്രൈ ചെയ്തിട്ട് അത് സക്സസ് ആകുമ്പോൾ കിട്ടുന്നൊരു ഫീലില്ലേ, യാ മോനെ വേറെ ലെവലാട്ടോ. എനിക്ക് ഇത് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ആ ഒരു ഫീല് കിട്ടിയത്. ഇപ്പം ഞാൻ ഇത് വരച്ചു വന്നപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ഒട്ടും വരയ്ക്കാൻ അറിയാത്ത ബിഗിനേഴ്സിന് പോലും വരയ്ക്കാൻ പറ്റിയിട്ടുള്ളൊരു പിക്ചറാണ് ഇത്. പിന്നെ ഇത് അവസാനമായിട്ട് കാണുമ്പോൾ ഒറ്റ നോട്ടത്തിൽ വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ 2-3 തവണ നോക്കാൻ നിന്നാൽ അല്ലറ ചില്ലറ പ്രശ്നങ്ങളൊക്കെ കാണാം. അത് ബിഗിനർ അല്ലേടാ, ശരിയാവും. സോ ഔട്ട്ലുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ് മറക്കണ്ട.